19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയെങ്കിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിക്രൂരമായ അടിമത്ത വ്യവസ്ഥ നിലനിന്നു എന്നുള്ളത് ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലോകമാകെ ആ കാലത്ത്, പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ട് വരെയെങ്കിലും ഏറ്റവും അധികം അടിമകളെ വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് കൊളോണിയൽ രാജ്യങ്ങൾ, അവരുടെ കോളനികളിലും മറ്റിടങ്ങളിലുമൊക്കെ കൃഷിയിടങ്ങളിൽ പണി ചെയ്യിപ്പിക്കാനും മറ്റ് മൃഗങ്ങളെക്കാട്ടിലും കഷ്ടമായ രീതിയിൽ അവരെക്കൊണ്ട് ദുരിതമയമായ ഒരു ജീവിതം അവരെക്കൊണ്ട് നയിക്കുന്നതിലേക്കുമൊക്കെ വഴിതെളിച്ചത് പ്രധാനമായിട്ടും കൊളോണിയൽ ശക്തികളാണ്. ആഫ്രിക്കയിലും അമേരിക്കയുടെ അടുത്തുള്ള കരീബിയൻ ദ്വീപുകളിലും മറ്റ് മൊറീഷ്യസ്, ഫിജി മുതലായ രാജ്യങ്ങളിലുമൊക്കെ വ്യാപകമായി അടിമകളെ ഈ വിദേശ, പ്രത്യേകിച്ച് കൊളോണിയൽ രാഷ്ട്രീയങ്ങൾ, യൂറോപ്പിലെ കൊളോണിയൽ രാജ്യങ്ങൾ അവരെ അടിമപ്പണി ചെയ്യിപ്പിച്ചു എന്നുള്ളതിനെപ്പറ്റി വളരെയധികം വിശദമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഈ ആഗോള അടിമ വ്യാപാരത്തിൽ, അന്തർദേശീയ അടിമ വ്യാപാരത്തിൽ കേരളവും ഒരു കണ്ണിയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടന്നിട്ടില്ല അടുത്ത കാലം വരെയെങ്കിലും. പലപ്പോഴും ഇങ്ങനെ ഒരു അടിമ വ്യാപാരം അല്ലെങ്കിൽ അതിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള അടിമത്ത വ്യവസ്ഥ തന്നെ നിലനിന്നോ എന്നുള്ളത് പോലും ചരിത്രകാരന്മാർ പലപ്പോഴും ഒന്നുകിൽ അവർ ഒളിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുകയോ ഒക്കെ ചെയ്തൊരു കാര്യമാണ്. എന്നാൽ സമീപകാലത്ത് വിദേശത്തു നിന്നും ഉള്ള ഒട്ടേറെ രേഖകൾ ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യം, 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ ഈ അടിമ വ്യവസ്ഥ ഏതാണ്ട് നിരോധിക്കുന്ന കാലം വരെയെങ്കിലും അതിനുശേഷം തുടർന്നു എന്നുള്ളത് സത്യമാണ്. വ്യാപകമായ രീതിയിൽ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഏറ്റവും താണജാതിക്കാരെ, താണതെന്ന് വിവക്ഷിക്കപ്പെടുന്ന ജാതിക്കാരെ കൂട്ടമായി, അടിമകളായി കൂട്ടമായി കയറ്റുമതി ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഏറ്റവും സമഗ്രമായ ഒരു പുസ്തകമാണ് വിനിൽ പോൾ രചിച്ച അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം. ഓ ജയ, ഇതെന്റെ ബ്രദർ രവി. ഇത് ലെഫ്റ്റനന്റ് ജയ. ഹായ്. ഹായ്. സോ ലഡാക്കിലായിരുന്നുവല്ലേ ട്രെയിനിങ്? യെസ്. രാജസ്ഥാനിലും? യാ. റിയലി? വൈ? ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ? നോ, എങ്ങനെ മാനേജ് ചെയ്യുന്നു? ആർമിയിൽ ഞങ്ങൾ വെൽ ട്രെയിൻഡ് ആണ്. ഐ മീൻ, നിങ്ങളുടെ സ്കിൻ എങ്ങനെയാ എത്ര തിളങ്ങുന്നത്? എന്റെ സ്കിന്നും വെൽ ട്രെയിൻഡ് ആണ്. പ്രകൃതിദത്തമായ ചേരുവകൾ നൽകുന്നു നാച്ചുറൽ ഗ്ലോയിങ് സ്കിൻ. മെഡിമിക്സ്, ചർമ്മം തിളങ്ങട്ടെ നാച്ചുറലി ഫ്രം എവിയെ. മനോരമയുടെ ഈ കഴിഞ്ഞ 25 വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകങ്ങളിൽ ഒന്ന് വിനിൽ പോളിൻ്റെ ഈ പുസ്തകമാണ്. ഇതിനകം വളരെ വലിയ പ്രചാരം ഈ പുസ്തകം നേടിക്കഴിഞ്ഞിരിക്കുന്നു. വിനിൽ പോൾ നമ്മുടെ കേരളത്തിലെ യുവ ചരിത്രകാരിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരാളാണ്. അദ്ദേഹം ചരിത്ര പണ്ഡിതനാണ്, അദ്ദേഹം ചരിത്ര പ്രൊഫസറാണ്, TKM കോളേജിൽ പ്രൊഫസറാണ്, JNUവിൽ നിന്ന് PhD നേടിയ ശേഷമാണ് അദ്ദേഹമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വിഷയം, കേരളത്തിലെ പ്രത്യേകിച്ച് ദളിത് ജീവിതത്തെക്കുറിച്ചുള്ള സമഗ്രമായ, ഏറ്റവും സൂക്ഷ്മമായ ഒട്ടേറെ രചനകൾ അദ്ദേഹം ഇതിനകം നൽകിക്കഴിഞ്ഞു. നേരത്തെ സനൽ മോഹൻ ഈ രംഗത്തെ, ഈ സമീപകാലത്ത്, ആധുനിക കാലത്തെ ഈ വിഷയം സംബന്ധിച്ച് ഏറ്റവും സമഗ്രമായ പഠനം നടത്തിയിട്ടുള്ള ആളാണ്. ആ പരമ്പരയിൽ ഇന്ന് ഡോക്ടർ വിനിൽ പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. വിനിൽ പോളിൻ്റെ ഈ പുസ്തകം വാസ്തവത്തിൽ ഇതുവരെ കേരള ചരിത്രത്തിൽ മനഃപൂർവമോ അല്ലാതെയോ തമസ്കരിക്കപ്പെട്ട ഈ അടിമ ചരിത്രം ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ അടിമ വ്യവസ്ഥ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാതിരുന്നത് എന്നുള്ളത് സംബന്ധിച്ചും വിനിൽ പോൾ വിശദമായി പറയുന്നുണ്ട്. അതിൽ ദേശീയ ചരിത്രകാരെയും മാർക്സിസ്റ്റ് ചരിത്രകാരെയും ഹിന്ദുത്വ ആഭിമുഖ്യമുള്ള ചരിത്രകാരെയും എല്ലാം ഒരേപോലെ നിശിതമായി വിമർശിക്കുന്നുണ്ട് വിനിൽ പോൾ. മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ സാമ്പത്തിക ഘടന അല്ലെങ്കിൽ സാമ്പത്തിക ഘടകങ്ങൾ അധിഷ്ഠിതമായ ചരിത്രരചനാ രീതിയിൽ ആശ്രയിച്ചതുകൊണ്ട്
ഫ്യൂഡലിസം എന്ന ഒരു വ്യവസ്ഥയിൽ സമ്പൂർണമായ അടിമത്തം നിലനിന്നിരുന്നില്ല എന്നാണ് കണ്ടെത്തിയിരുന്നത് എന്നാണ് വിനിൽ പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് EMS മുതൽ KN ഗണേഷ്, ഡോക്ടർ രാജൻ ഗുരുക്കൾ, രാഘവ വാര്യർ തുടങ്ങിയ ഇടതുപക്ഷ ചരിത്രകാരെയൊക്കെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടിമ വ്യവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിലെ ജാതീയ വ്യവസ്ഥയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയായിരുന്നു എന്നുള്ളത് വിനിൽ പോൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ നടന്നത് അടിമകളല്ല അടിയാളരായിരുന്നു എന്നാണ് ഇടതുപക്ഷ ചരിത്രകാരന്മാർ പലരും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നാണ് വിനിൽ പോൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ സംഘപരിവാറിനോടോ അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയങ്ങളോടോ ആഭിമുഖ്യം പുലർത്തുന്ന ചരിത്രകാരാകട്ടെ ഈ അടിമത്ത വ്യവസ്ഥ തന്നെ ഒരു കൊളോണിയൽ സൃഷ്ടിയാണ്, ഇന്ത്യയിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇപ്പോൾ കൂടുതൽ ശക്തമായി ഈ തരത്തിലുള്ള ഒരു ചരിത്ര വ്യാഖ്യാനം വളരുന്നൊരു കാലമാണ്. അധികം വൈകാതെ തന്നെ ഈ ദളിത് അല്ലെങ്കിൽ സമൂഹങ്ങളുടെ വളരെ ഭീകരമായിട്ടുള്ള ജീവിതം തന്നെ ഒരു ഇല്ലാ കഥയാണെന്ന് സ്ഥാപിക്കുന്ന വിധം ഇന്ന് ചരിത്രകാരന്മാർ, പ്രത്യേകിച്ച് ഹിന്ദുത്വ ചരിത്രകാരന്മാർ കൂടുതൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം പല അർത്ഥത്തിലും വളരെ സവിശേഷമായുള്ള പ്രാധാന്യം കേരള ചരിത്ര രചനയിൽ തന്നെ വളരെയധികം പ്രാധാന്യം ഉൾക്കൊള്ളുന്നു എന്നുള്ളതിനെപ്പറ്റി സംശയമില്ല. മലയാളികളായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അടിമകൾ ഏറ്റവും അധികം, പ്രത്യേകിച്ച് കോളനിവൽക്കരണത്തിന് ശേഷമാണ്, പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും വരവോടെയാണ് ഏറ്റവും വ്യാപകമായി കയറ്റുമതി ചെയ്യപ്പെട്ടത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഒട്ടേറെ ഈ സമീപകാലത്ത് വന്ന പഠനങ്ങളെല്ലാം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയിൽ, ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിലേക്ക് ആണ് ഡച്ചുകാർ ഏറെയും കേരളത്തിലുള്ള അടിമകളെ, ഏറ്റവും താണജാതിക്കാരെ അടിമകളായി പിടിച്ച് അടിമകളാക്കി നിലനിർത്തിക്കൊണ്ട് അവരെ അങ്ങോട്ടൊക്കെ കയറ്റുമതി ചെയ്തത്. അവിടുത്തെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യാനും വീട്ട് അടിമകളായിട്ടും ഒക്കെയാണ് ജോലി ചെയ്തിരുന്നത്. വാസ്തവത്തിൽ ഈ അമേരിക്കയിലും അല്ലെങ്കിൽ കരീബിയൻ ദ്വീപുകളിലും ഒക്കെ വ്യാപകമായിരുന്ന 19ാം നൂറ്റാണ്ട് വരെ വ്യാപകമായിരുന്ന അടിമ വ്യവസ്ഥയെക്കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങളും നോവലുകളും ഒക്കെ ധാരാളമുണ്ട്. അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ അമേരിക്കൻ പുസ്തകം ഈ കറുത്ത വംശക്കാരായ ഈ അടിമകളുടെ എത്രയും ദുരിതമയമായിരുന്ന ജീവിതത്തെക്കുറിച്ചാണ്. പക്ഷേ വാസ്തവത്തിൽ ഇപ്പോഴുള്ള നമ്മുടെ സനൽ മോഹനും അതിനുശേഷം വിനിൽ പോളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വാസ്തവത്തിൽ കേരളത്തിൽ നിന്ന് പോയ ഈ അടിമകളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ അടിമകളായിട്ടുള്ള അവരുടെ ജീവിതം ഈ അമേരിക്കയിലും കരീബിയനിലും ഒക്കെ ഉണ്ടായിരുന്ന കറുത്ത വംശക്കാരുടെ ഒരവസ്ഥയെക്കാട്ടിലൊക്കെ വളരെ അധികം ദുരിതമയമായിരുന്നു എന്നുള്ളതാണ്. വിനിൽ പോൾ എഴുതുന്നു, അമേരിക്കയിലെ ഒരടിമ ഒരിക്കലും എത്തിപ്പെടാത്ത അത്ര അധസ്ഥിത അവസ്ഥയിലാണ് ഇവിടുത്തെ പുലയ അടിമകൾ. മലയാളിയുടെ അയിത്ത നിയമം അനുസരിച്ച് ഒരു പുലയൻ അവൻ സഞ്ചരിക്കുന്ന പാതയെ മുഴുവൻ അശുദ്ധമാക്കുന്നു എന്ന കാരണത്താൽ അവൻ അല്ലെങ്കിൽ അവൾ എല്ലായിടങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടു. പുലയൻ കടന്നു പോകുന്ന വഴിയിൽ തോലും കട്ടയും വെച്ച് ഉയർന്ന ജാതിക്കാരന് മുന്നറിയിപ്പ് നൽകേണ്ടിയിരുന്നു. സാമുവൽ മറ്റിയർ മിഷണറിമാരാണ് ഈ കേരളത്തിലെ അടിമകളെക്കുറിച്ചുള്ള ഏറ്റവും വിശദമായ പഠനങ്ങൾ നടത്തിയിരുന്നത്. അതിലൊരാളാണ്, പ്രധാനപ്പെട്ട മിഷണറിയാണ് സാമുവൽ മറ്റിയർ. പറയുന്നത് തമിഴ് രാജ്യത്തെ, വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള തമിഴ് രാജ്യത്തെ പറയരെ അപേക്ഷിച്ച് പോലും വളരെ മോശമായ അവസ്ഥയിൽ കഴിഞ്ഞവരാണ് കേരളത്തിലെ പുലയർ എന്നാണ്. തെക്കേ ഇന്ത്യയിലെ ചില അടിമജാതികൾക്ക് ഒളിച്ചോടി മറ്റൊരു ഉടമസ്ഥന് കീഴിൽ അഭയം പ്രാപിക്കാമായിരുന്നു. എന്നാൽ കേരളത്തിലെ പുലയർക്ക് പലപ്പോഴും ഒളിച്ചോടാനുള്ള സാഹചര്യം പോലും ഇല്ലായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആഴമേറിയ പുഴകളും കാടുകളും ചതുപ്പുകളും പുലയരെ കൂടുതൽ ബന്ധിതരാക്കിയിരുന്നു. അതിലെല്ലാം ഉപരിയായി എവിടെയും നായർ കാവലാളുകളായിരുന്നു മറ്റൊരു തടസ്സം. അങ്ങനെ തലമുറകൾ കഴിയും തോറും അവർ കൂടുതൽ ബന്ധിതരായി ജീവിക്കേണ്ടി വന്നു. പുലയരെ അതിക്രൂരമായാണ് തദ്ദേശീയർ മർദ്ദിച്ചിരുന്നത് എന്ന് ഈ മിഷണറിമാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിസ് ബുക്കാനൻ എന്ന് പറയുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തിയത് മലബാറിലാണ് അടിമകളോട് ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ പെരുമാറിയിരുന്നതെന്നാണ്. ലോകചരിത്രങ്ങളിൽ ഇത്രയും പീഡിപ്പിക്കപ്പെട്ട ഒരു വർഗം വേറെ ഇല്ലെന്നും ചരിത്രത്തിൽ ഒരിടത്തും സമാനതയില്ലാത്തതാണ് കേരളത്തിലെ പുലയരുടെ ജീവിതമെന്നുമാണ് ബ്രിട്ടീഷ് മലബാറിലെ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ ഈ അടിമ വ്യവസ്ഥ കേരളത്തിലെ ചരിത്രകാരന്മാർ വേണ്ട പോലെ ഇനിയും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് ഒരു വ്യത്യാസം
ഒരു മാറ്റം സമീപകാലത്ത് വരുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, അത് മലബാറിലാകട്ടെ തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ ഒട്ടേറെ അടിമച്ചന്തകൾ, അവിടെ മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ വിൽക്കുകയും ലേലം വിളിക്കുകയൊക്കെ ചെയ്യുന്ന അടിമച്ചന്തകൾ നടന്നിരുന്നു. ആ അടിമച്ചന്തകൾ വാസ്തവത്തിൽ അവിടെ സ്ത്രീകളും പുരുഷന്മാരും, വാസ്തവത്തിൽ ഈ വിവിധ ജാതിക്കാർ, പ്രത്യേകിച്ച് ഏറ്റവും താണ ജാതിക്കാരാണ് ഇതിൽ പ്രധാനമായ അടിമകളെങ്കിൽ പലപ്പോഴും അല്പം കൂടി ഉന്നത ശ്രേണിയിലുള്ളവർ പോലും, ഒരുപക്ഷെ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും, ഈഴവ വിഭാഗത്തിൽ, നായർ വിഭാഗത്തിൽ ഉള്ള അടിമകളെക്കുറിച്ച് പോലും ഈ വിനിൽ പോളിൻ്റെ കണക്കുകൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരോട് സ്വീകരിച്ചത്, പ്രത്യേകിച്ച് കേരളത്തിലെ ജാതി വ്യവസ്ഥ മറ്റേതൊരു തൊട്ടുകൂടായ്മ അയിത്ത വ്യവസ്ഥയെക്കാട്ടും കൂടുതൽ തൊടാൻ പാടില്ല, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ മാത്രമല്ല, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കാണുന്നത് പോലും, താണജാതിക്കാരെ കാണുന്നത് പോലും അയിത്തമാണ് എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം വാസ്തവത്തിൽ മൃഗങ്ങളെക്കാട്ടിലും മോശമായ ഒന്നായിരുന്നു എന്നുള്ളതിന് കൃത്യമായ തെളിവുകളോടെയാണ് വിനിൽ പോൾ, മാത്രമല്ല വിനിൽ പോളിന് മുമ്പ് പല ചരിത്രകാരന്മാരും ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പുതിയ കാലത്തെ ചരിത്രകാരന്മാർ, പിന്നീട് മിഷണറിമാർ. അതിലേറ്റവും മറ്റൊരു കാര്യം, ഈ 19ാം നൂറ്റാണ്ടിൽ വരെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാർ ആദ്യകാലങ്ങളിലും ഈ അടിമ വ്യാപാരത്തിലും അടിമ കച്ചവടത്തിലുമൊക്കെ കാര്യമായി കേരളത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ തദ്ദേശീയരായ വിഭാഗം, കേരളത്തിൽ വിനിൽ പോൾ പറയുന്നത് കേരളത്തിലെ ഒരു മതവും, തദ്ദേശീയരായ ഒരു മതസംഘടനയോ അല്ലെങ്കിൽ ഒരു മതവും ഈ അടിമ വ്യവസ്ഥയെ എതിർത്തിരുന്നില്ലെന്ന് മാത്രമല്ല, ഈ അടിമ വ്യാപാരത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. അതിൽ വിനിൽ പോൾ ചൂണ്ടിക്കാണിക്കുന്ന ചില കണക്കുകൾ, ഏറ്റവും കൂടുതൽ ഡച്ചുകാരുടെ ഈ അടിമ വ്യാപാരം നടക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചതിൽ, അടിമ വ്യാപാരത്തിന് ഏറ്റവും മുന്നിൽ നിന്ന് ഡച്ചുകാരാണെങ്കിലും അതിന് തൊട്ടു പിന്നിൽ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളും മാപ്പിളമാരും മുസ്ലിങ്ങളും സജീവമായി ഈ അടിമ കച്ചവടത്തിന് കൂട്ടുനിൽക്കുകയാണ് ഉണ്ടായത് എന്ന് വിനിൽ പോൾ ചൂണ്ടിക്കാണിക്കുന്നു. പള്ളികളിൽ, കൊച്ചിയിലെയും മറ്റും ചില പള്ളികളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പള്ളികളിൽ പോലും ദളിതർ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയതിന് ശേഷം പോലും ഇത് സജീവമായി ഇവരെ അടിമകളായി കച്ചവടം നടത്തുന്നതിനുമൊക്കെ കൂട്ടുനിന്ന മത നേതൃത്വം കൂട്ടുനിന്നു എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചില പള്ളികളിൽ 7 ദിവസത്തിൽ 6 ദിവസവും നടക്കുന്നത് അടിമ കച്ചവടമാണെങ്കിൽ ഒരു ദിവസം മാത്രമാണ് അതിൽ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നത് എന്ന് കൊച്ചിയിലെ ഒരു പള്ളിയുടെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിനിൽ പോൾ പറയുന്നുണ്ട്. ഇതെല്ലാം വാസ്തവത്തിൽ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു എന്ന് മാത്രമല്ല, വ്യാപകമായി അന്താരാഷ്ട്ര തലത്തിൽ, ഇപ്പം മൊറീഷ്യസിലും ഫിജിയിലും മറ്റും വാസ്തവത്തിൽ വലിയ ഈ അവരുടെ കരിമ്പ് കൃഷിക്കും മറ്റു തരത്തിലുള്ള കൃഷികൾക്കൊക്കെ കൊണ്ടുപോയ അടിമകളെക്കുറിച്ച് ആഗോളതലത്തിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ കേരളീയരായിട്ടുള്ളവർ സംഘമായിട്ട് ഈ രംഗത്ത് അവരെ കയറ്റുമതി ചെയ്തിരുന്നു എന്നുള്ളതിനും വിശദമായ പഠനം സമീപകാലത്ത് മാത്രമാണ് വരുന്നത്. മൊറീഷ്യസിലും മറ്റും ഒരു ടൗണിൻ്റെ പേര് തന്നെ മലബാർ ടൗൺ എന്നാണ് പറയുന്നത്. ആ മലബാർ ടൗൺ എന്ന് പറയുന്നത് അവിടെ ഈ മലബാറിൽ നിന്ന് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്ന അടിമകളാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിക്കാരായിട്ട് മാറിയിരുന്നത്. 19ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഈ അടിമ വ്യവസ്ഥ, 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടെ വാസ്തവത്തിൽ ഈ അടിമ സമ്പ്രദായത്തിനെതിരെ ബ്രിട്ടനിലും വലിയ ഒരു ബോധമുണ്ടാവുകയും അബോളിഷനിസ്റ്റ് എന്ന് പറഞ്ഞ അടിമ വ്യവസ്ഥയ്ക്ക് തന്നെ എതിരായി വലിയ പ്രസ്ഥാനങ്ങളും പ്രക്ഷോഭങ്ങളും അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ നടന്നു. ബ്രിട്ടനിൽ പ്രത്യേകിച്ച് 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടെ ഇത് നിരോധിക്കപ്പെട്ടു. അതേസമയത്ത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ, 19ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് പകുതിയോടെയാണ് ആദ്യം ബ്രിട്ടീഷുകാരുടെ മലബാറിൽ ആണ് അടിമ കച്ചവട നിരോധനം ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തുന്നത്. അതിനുശേഷം പിന്നീട് ഏതാണ്ട് കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോൾ അപ്പോഴും നാട്ടുരാജ്യങ്ങളിൽ, അതായത് തിരുവിതാംകൂറിലും കൊച്ചിയിലും അത് സജീവമായി തുടർന്നു. അപ്പോഴാണ് ക്രിസ്ത്യൻ മിഷണറിമാർ, പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് വന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഈ അടിമത്ത വ്യവസ്ഥയ്ക്കെതിരെ, അടിമ വ്യാപാരത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും പ്രത്യേകിച്ച് ഈ നാട്ടുരാജ്യങ്ങളിൽ തുടരുന്നതിനെതിരെ അവർ ബ്രിട്ടനിലെ പാർലമെൻറ്റിൽ പരാതിപ്പെടുകയും ആഗോള ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഇത് മിഷണറിമാരുടെ വലിയ സംഭാവന തന്നെയാണ്. അതിൻ്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ടെന്ന് നമുക്ക് കാണാം. ഒരുപക്ഷെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം വിനിൽ പോൾ തന്നെ പറയുന്നത് ഈ മിഷണറിമാരെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ അടിമ വ്യവസ്ഥയെ അവസാനിപ്പിക്കാൻ ഏറ്റവും മികച്ച മാർഗം എന്നാണ് അവർ ധരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ
അധീനതയിലല്ലാതിരുന്ന കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും അടിമ വ്യവസ്ഥയ്ക്കെതിരെ അതിശക്തമായ പ്രചരണം ഇവർ ബ്രിട്ടീഷ് മിഷണറിമാർ നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ മിഷണറിമാരാണ്, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാണ് ഇവിടെ വന്ന് ഈ അടിമ വ്യവസ്ഥയിൽ നിന്ന് ഇവരെ മോചിപ്പിച്ചുകൊണ്ട്, ഈ ഏറ്റവും താണജാതിക്കാരെ മോചിപ്പിച്ചുകൊണ്ട് അവർക്കൊരു പുതിയ വിദ്യാഭ്യാസം നൽകി, പുതിയ ജീവിതം നൽകി. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ സജീവമായ മതപരിവർത്തനം നടത്തി. അപ്പോൾ ക്രിസ്തീയ മതങ്ങളിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ അവരെ അടിമ വ്യവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുകയൊക്കെ ചെയ്ത വിശദമായ വിവരണങ്ങൾ വിനിൽ പോൾ നൽകുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഈ മിഷണറിമാരുടെ സ്വാധീനത്തിൽ മതപരിവർത്തനം നടത്തിയെങ്കിൽ പോലും പലപ്പോഴും മതപരിവർത്തനം നടത്തി ക്രിസ്തീയ മതത്തിലേക്ക് വന്ന ഈ വിഭാഗങ്ങൾക്ക്, പ്രത്യേക അടിമ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നോക്ക ജാതിക്കാർക്ക് അവിടെയും ക്രൂരമായ വിവേചനമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി വിനിൽ പോൾ പറയുന്നു. ഇപ്പോഴും നമുക്കറിയാവുന്ന പോലെ ദളിത് ക്രിസ്ത്യൻ എന്ന വിഭാഗങ്ങളെ അവർക്ക് മതം മാറി വന്നാലും, അവർ ജാതി മാറി വന്നിട്ടും അവരെ പിന്നോക്ക ജാതിക്കാരായി, അവരെ പിന്നോക്ക വിഭാഗക്കാരായി അല്ലെങ്കിൽ അടിമ വിഭാഗക്കാരായി മാത്രം കാണുകയും പള്ളിയിൽ തന്നെ അവരുടെ ആരാധനയ്ക്ക് വേറൊരു ദിവസം, അവരെ മുന്നോക്ക ക്രിസ്ത്യാനികൾക്കൊപ്പം അവരെ ആരാധനയ്ക്ക് ഇരുത്താതിരിക്കുക, അവർക്ക് വേണ്ടി ആരാധന വേറൊരു ദിവസം നടത്തുക, അവർക്ക് വേണ്ടി വേദപഠനം വേറൊരു ദിവസം നടത്തുക എന്നിങ്ങനെ ഈ വളരെ വളരെ വിവേചനപരമായിട്ടുള്ള ഈ സാമൂഹ്യ വ്യവസ്ഥ മതം മാറിയിട്ടും കൃത്യമായി ഈ വിഭാഗങ്ങളിലേക്ക് വന്നിട്ടും, ക്രിസ്തീയ വിഭാഗങ്ങളിലേക്ക് വന്നിട്ടും അത് തുടർന്നു, ഈ സഭകൾ തുടർന്നു എന്നുള്ളതാണ് വിനിൽ പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരെ, മിഷണറിമാരാണ് ആദ്യമായി അവരെ, ഈ വിഭാഗക്കാരെ ഉൾക്കൊള്ളിക്കുന്നതും അവരെ സ്വീകരിക്കുന്നതും. അതിനുശേഷം ക്രമേണ കത്തോലിക്ക സഭയും പ്രത്യേകിച്ച് ഒരു മത്സരം പോലെ വരികയും, കാരണം കൂടുതൽ വിഭാഗക്കാർ, പിന്നോക്ക വിഭാഗക്കാർ പ്രൊട്ടസ്റ്റന്റ് മതങ്ങളിലേക്ക് പോകുന്നതിനെ തടഞ്ഞു നിർത്താനായി കത്തോലിക്ക വിഭാഗവും കത്തോലിക്ക സഭയും ഇവരെ സ്വീകരിക്കുകയും മറ്റും ചെയ്തു. പക്ഷേ ഇതെല്ലാം സ്വീകരിക്കുമ്പോഴും ഇവരെ രണ്ട് വിഭാഗക്കാരായിട്ട് തന്നെയാണ് ഈ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ഈ സഭകൾ പോലും കണ്ടത് എന്ന് വിനിൽ പോൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നതിന് പുറമെ പറയുന്ന എല്ലാ മതങ്ങളും, കേരളത്തിലെ എല്ലാ മതങ്ങളും ഈ അടിമ വ്യവസ്ഥയെ അനുകൂലിക്കുകയാണ് ചെയ്തത്. അവരെ ഒരിക്കലും ചോദ്യം ചെയ്യുക പോലും ചെയ്തിരുന്നില്ല. വളരെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമേ അതിന് വിരുദ്ധമായി ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓ ജയ, ഇതെന്റെ ബ്രദർ രവി. ഇത് ലെഫ്റ്റനന്റ് ജയ. ഹായ്. ഹായ്. സോ ലഡാക്കിലായിരുന്നു അല്ലേ ട്രെയിനിങ്? യെസ്. രാജസ്ഥാനിലും? യാ. റിയലി? വൈ? ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ? നോ, എങ്ങനെ മാനേജ് ചെയ്യുന്നു? ആർമിയിൽ ഞങ്ങൾ വെൽ ട്രെയിൻഡ് ആണ്. ഐ മീൻ, നിങ്ങളുടെ സ്കിൻ എങ്ങനെയാ എത്ര തിളങ്ങുന്നത്? എന്റെ സ്കിന്നും വെൽ ട്രെയിൻഡ് ആണ്. പ്രകൃതിദത്തമായ ചേരുവകൾ നൽകുന്നു നാച്ചുറൽ ഗ്ലോയിങ് സ്കിൻ. മെഡിമിക്സ്, ചർമ്മം തിളങ്ങട്ടെ നാച്ചുറലി ഫ്രം എവിയെ. ഒരുപാട് കണക്കുകളുടെ പിന്തുണയും ഈ വിനിൽ പോളിൻ്റെ ഈ കണ്ടെത്തലുകളിലുണ്ട്. തീർച്ചയായിട്ടും കൊച്ചിയിലെ പള്ളിയിൽ 6 ദിവസം അടിമക്കച്ചവടം, 1 ദിവസം ആരാധന. മുളന്തുരുത്തി പള്ളിയിൽ കാളയെയും പറയസ്ത്രീയെയും ഒന്നിച്ച് ലേലം ചെയ്യുന്നു. ഉദയംപേരൂർ സുനഹദോസ് പോലും ഈ അടിമക്കച്ചവടത്തിനെ കുറിച്ചൊന്നും പരാമർശിക്കാതെ വലിയ സാമൂഹ്യ പുരോഗതിയെ ലക്ഷ്യമാക്കി നടത്തിയ സുനഹദോസായിട്ടും ഈ അടിമക്കച്ചവടത്തിന് അനുകൂലമായ നിലപാടാണ് അവർ സ്വീകരിച്ചത്, അല്ലെങ്കിൽ പ്രതികൂലമായ നിലപാട് സ്വീകരിച്ചില്ല. 18-ാം നൂറ്റാണ്ടിൽ മറ്റും കൊച്ചിയിൽ ചില കണക്കുകൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത് കൊച്ചിയിൽ 1700, അതായത് 18-ാം നൂറ്റാണ്ടിലെ ഒരു കണക്ക്, കൊച്ചിയിൽ 2 മാസത്തിനിടയിൽ 161 സ്ത്രീകളും പുരുഷന്മാരുമായ അടിമകളെയാണ് കൊച്ചിയിലെ തുറമുഖത്ത് നിന്ന് കയറ്റുമതി ചെയ്തതെന്നാണ് പറയുന്നത്. അതിൽ പുലയർ 53 പേര്, ചോവർ 49, വേട്ടുവർ 10, പറയർ 2, മുക്കുവർ 2, നായർ 1, മുസ്ലിങ്ങൾ 2 എന്നാണ് അന്നത്തെ രേഖകളിൽ ഈ കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ നായർ, ഈഴവ വിഭാഗങ്ങളും എണ്ണത്തിൽ ചെറിയ തോതിലാണെങ്കിലും ഈ അടിമകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പലപ്പോഴും പിന്നോക്കക്കാർക്കൊപ്പം ഇരുത്തി മുന്നോക്കക്കാരെ പിന്നോക്കക്കാരാക്കുന്ന ചില രീതികളിൽ കൂടെയാണ് അവരെയും കൂടെ ഇതിന് വേണ്ടിയിട്ട് ഈ കയറ്റുമതിയിലേക്ക് അല്ലെങ്കിൽ ഈ അടിമകളായിട്ട് അവരെ കൂടെ ഉൾപ്പെടുത്തിയതെന്ന് പറയുന്നു. 1657 അതായത് 17-ാം നൂറ്റാണ്ടിൽ പോലും കേരളത്തിൽ 853 ഡച്ച് അടിമകൾ ഉണ്ടായിരുന്നാണ് അവരുടെ തന്നെ കണക്കുകളുടെ രേഖകളിലുള്ളത്. അതിൽ പുരുഷന്മാർ 536 പേര്, സ്ത്രീകൾ 180, കുട്ടികൾ 137. കണ്ണൂർ, കൊടുങ്ങല്ലൂർ, കൊച്ചി, കൊല്ലം ഈ മേഖലകളെല്ലാം ഈ അടിമ വ്യാപാരത്തിൻ്റെ, അടിമ ചന്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ 19-ാം നൂറ്റാണ്ടിൽ പകുതിയോടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടനിൽ തന്നെ ഇതിനെതിരായിട്ടുള്ള ഒരു അവബോധമുണ്ടാവുകയും മിഷണറിമാർ ഈ അടിമ വ്യവസ്ഥയ്ക്കെതിരെ അതിശക്തമായി
പ്രചാരണം ആരംഭിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ അഞ്ചരക്കണ്ടി എന്ന സ്ഥലത്ത് വളരെ പ്രശസ്തമായ തോട്ടം, കറുവാപ്പട്ടയും ഏലമൊക്കെ കൃഷി ചെയ്യുന്ന ഇപ്പോഴും ആ തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ ഒരു 100 കണക്കിന് അടിമ പണിക്കാരെ, അതായത് തിരുവിതാംകൂർ മേഖലയിൽ നിന്നും മറ്റും പിടിച്ചുകൊണ്ടുവന്ന് അവിടുത്തെ ബ്രിട്ടീഷുകാരനായ സ്കോട്ട്ലൻഡുകാരനായ ഒരു സായിപ്പാണ് ബ്രൗൺ എന്ന് പറഞ്ഞ സായിപ്പിൻ്റെ ഉടമസ്ഥൻ മർഡോക്ക് ബ്രൗണിൻ്റെ ഉടമസ്ഥതയിലാണ് അഞ്ചരക്കണ്ടി എസ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. അതിൽ അദ്ദേഹത്തിനെ സഹായിക്കുന്നത്, ഈ അടിമകളെ പിടിച്ചു കൊണ്ടുവരാൻ സഹായിച്ചത് ആ പ്രദേശത്തുള്ള മാഹിക്കാരനായിട്ടുള്ള ഒരു അലി ഹസൻ മാപ്പിള എന്നൊരാളാണ്. അദ്ദേഹം ആലപ്പുഴയിലും പിന്നെ കുട്ടനാട്, ചങ്ങനാശ്ശേരി, കൊല്ലം മേഖലയിൽ നിന്നൊക്കെ, മാവേലിക്കരയിൽ നിന്നൊക്കെ കൂട്ടമായിട്ട് കുട്ടികളെ അടക്കം പിടിച്ചുകൊണ്ടുപോയി പൈസ കൊടുത്ത് വാങ്ങി അവരെ അടിമകളാക്കി അവിടെ പ്രവർത്തിപ്പിച്ചു. അപ്പോൾ ഈ 19-ാം നൂറ്റാണ്ടിലെ ഈ മാറ്റങ്ങളുടെ സൂചനയായി കാണിക്കുന്ന ഒരു കാര്യം, അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ബാബർ എന്ന് പറയുന്ന അവിടുത്തെ ജഡ്ജി അതിനെതിരെ കേസെടുക്കുകയും ഈ അഞ്ചരക്കണ്ടി എസ്റ്റേറ്റിൽ, അപ്പോൾ അതിൻ്റെ തെളിവായിട്ടാണ് പറഞ്ഞത്, അഞ്ചരക്കണ്ടി എസ്റ്റേറ്റിലെ വ്യാപകമായി അടിമക്കച്ചവടം നടന്നതിൻ്റെ തെളിവുകളായിട്ടൊരു വളരെ വലിയ ഒരു കേസ് സംബന്ധിച്ച് പോകുന്നുണ്ട്. അവിടെ ഈ സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള ഈ തോട്ടമുടമയും ഈ പ്രദേശത്തെ തദ്ദേശീയനായ അലി ഹസൻ മാപ്പിളയൊക്കെ വിചാരണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടിമകളായി നാട്ടുകാരെ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് പണിയേൽപ്പിക്കുന്നതിൻ്റെ കഥയൊക്കെ വളരെ വിശദമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ 19-ാം നൂറ്റാണ്ട് പകുതിയോടെ ഈ സംഗതികൾ മാറി വരികയാണ്. കേരളത്തിൽ ഏതാണ്ട് 1855 തിരുവിതാംകൂറിൽ അടിമത്ത നിരോധന വിളംബരം, അതൊരു വലിയ പ്രധാനപ്പെട്ട തീരുമാനമാണ്. അപ്പോൾ അതിലൊക്കെ ഈ മിഷണറിമാരുടെ നിരന്തരമായ സമ്മർദ്ദം അതിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ മിഷണറിമാർ ഇങ്ങനെ ഒരു പ്രചാരണം നടത്തിയത്, അല്ലെങ്കിൽ മിഷനറിമാർ അടിമത്തത്തിനെതിരായി നടത്തിയ ഒരു നിലപാട്, അല്ലെങ്കിൽ അടിമത്തത്തിനെതിരായി സ്വീകരിച്ച നിലപാട് സംബന്ധിച്ച് ഒരുപാട് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാണ്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട സംഗതി, ഇവിടെ അമേരിക്കയിലും കരീബിയൻ ദ്വീപുകളിൽ നിന്നുള്ള അടിമ കച്ചവടം നിർത്താൻ പോലും ഈ അന്നത്തെ മിഷണറിമാരും ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഒക്കെ ശ്രമിച്ചത് പോലും വാസ്തവത്തിൽ ചില സാമ്പത്തിക താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണ്. അതിനൊരു മനുഷ്യത്വത്തിൻ്റെയോ അല്ലെങ്കിൽ സഹാനുഭൂതിയുടെയോ ഒന്നും ഘടകങ്ങളില്ല എന്ന് പറയുന്ന ഒരു പഠനങ്ങൾ ധാരാളം വിദേശങ്ങളിലുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എറിക് വില്യംസ് എന്ന് പറയുന്ന പിന്നീട് വെസ്റ്റ് ഇൻഡീസിലെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രിയൊക്കെ ആയ വളരെ പണ്ഡിതനായിരുന്ന ഒരു ഗവേഷകനുണ്ട്. അദ്ദേഹം ഓക്സ്ഫോർഡിലൊക്കെ പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മുതലാളിത്തവും അടിമത്വവും, സ്ലേവറി ആൻഡ് ക്യാപിറ്റലിസം എന്ന പുസ്തകം തന്നെ പറയുന്നത് മുതലാളിത്തത്തിൻ്റെ ഒരു പ്രത്യേക ആവശ്യം വന്നപ്പോഴാണ്. കാരണം അടിമത്ത വ്യവസ്ഥയെക്കാട്ടിലും എങ്ങനെയാണ് തൊഴിലാളികളെ ചൂഷണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ സമർത്ഥമായി എങ്ങനെ ചൂഷണം ചെയ്യേണ്ടത് എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫ്യൂഡലിസ്റ്റ് നിന്ന് മുതലാളിത്തത്തിലേക്ക് മാറുമ്പോൾ ഈ അടിമത്തത്തിനെ തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നിലപാട് ബ്രിട്ടനിലെ വരേണ്യ വിഭാഗവും മിഷണറിയും മതവും ഒക്കെ സ്വീകരിച്ചത് എന്നാണ് എറിക് വില്യംസിൻ്റെ. അപ്പോൾ അതിന് സമാനമായ ചില കണ്ടെത്തലുകൾ കേരളത്തിലെ ഉണ്ടായിട്ടുണ്ട് എന്ന് വിനിൽ പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അദ്ദേഹം അതിനെതിരാണ്. കാരണം മിഷണറിമാർ മുഴുവൻ സാമ്പത്തിക താല്പര്യങ്ങൾ, അതായത് ഇംഗ്ലീഷുകാരുടെ തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കാൻ കൂടുതൽ ആളെ കിട്ടാൻ വേണ്ടി മറ്റുമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വ്യാഖ്യാനം ഡോക്ടർ കെ എൻ ഗണേഷിനെ പോലെയുള്ളവർ നടത്തുന്നത് ശരിയല്ല എന്നാണ് വിനിൽ പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ കെ എൻ ഗണേഷ് മാത്രമല്ല, ഇത് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ പലരും, അത് മാർക്സിസ്റ്റുകാരിൽ എറിക് വില്യംസ് ഒന്നും പൂർണ്ണമായ അർത്ഥത്തിൽ മാർക്സിസ്റ്റ് ഒന്നുമല്ല, പക്ഷേ ഇങ്ങനെയുള്ള ചരിത്രകാരന്മാരും ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊരു മുതലാളിത്ത വ്യവസ്ഥയുടെ ഒരു ആവശ്യമായി എങ്ങനെ സ്ലേവറിയുടെ നിരോധനം പോലും വന്നു എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചരിത്രത്തിൻ്റെയും ചരിത്ര രീതികളെക്കുറിച്ചും ഇത് സംബന്ധിച്ചുള്ള പഠനങ്ങളുടെയും ഒക്കെ രാഷ്ട്രീയവും സാമൂഹ്യപരവും ഒക്കെ ആയിട്ടുള്ള ചില പ്രത്യേക തരത്തിലുള്ള പഠനങ്ങൾ പോകുന്നതിൻ്റെ രാഷ്ട്രീയവും മറ്റും വിശദമായി വിനിൽ പോൾ ചൂണ്ടിക്കാണിക്കുന്നു. വിനിൽ പോൾ എഴുതിയ ഈ വിഷയത്തിൽ ഒട്ടേറെ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം. തീർച്ചയായിട്ടും കേരള ചരിത്രത്തിൽ വളരെ വളരെ ശ്രദ്ധേയമായ, വളരെ നൂതനമായിട്ടുള്ള ഒരു പഠന ശാഖയിലെ ഏറ്റവും വലിയ സംഭാവനയാണ് എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയമില്ല.